ചെയ്തിട്ട് അത് കൂട്ടി പുരട്ടിയാണ് പൊരിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് തുടങ്ങാം. അപ്പോൾ മീൻ പൊരിക്കാൻ തുടങ്ങുന്നു. അതിന് ഗ്യാസ് ഓണാക്കുകയാണ്. ഓണാക്കി നല്ല ചെറിയ ഇരുമ്പ് ചീനച്ചട്ടി ഇതാണ് ഞാൻ ഗ്യാസിൽ വെച്ചിരിക്കുന്നത് മീൻ വറുക്കാനായിട്ട്. അപ്പം ഇതിനകത്ത് നമുക്ക് എണ്ണ ഒഴിക്കണം. കഴിഞ്ഞ ദിവസം ഞാൻ കിഴങ്ങൊക്കെ ഫ്രൈ ചെയ്തിട്ടേ എണ്ണ മാറ്റി വെച്ചിരിക്കുന്നതാണ്. ഇത് ബാക്കി വന്ന എണ്ണ. അപ്പോൾ അതൊഴിച്ചാണ് മീൻ വറക്കാൻ പോകുന്നത്. അപ്പോഴേ എണ്ണ നന്നായി ചൂടായി. അപ്പം നമുക്കതിലേക്ക് മീൻ പീസ് ഇറക്കിയിടാം. ഇടാൻ പോവാണേ. അടുത്തത് ഇടാം. നമുക്ക് പൊട്ടിത്തെറിക്കാതെയൊക്കെ അടച്ച് വെക്കാം. എവിടം വരെ അയന്ന് നോക്കാം. ഇരുമ്പ് ചട്ടി ആയതുകൊണ്ട് ഒട്ടും മീൻ പിടിക്കത്തില്ല. ഉണ്ടോ ഒട്ടും പിടിക്കത്തില്ല. പെട്ടെന്ന് മറിച്ചിടാൻ പറ്റും. ഒട്ടിപ്പിടിക്കുകയില്ല. ഏകദേശം നോക്കാം. ഇതിന് അടുത്ത ആ ഭാഗം കൂടി ചൂടായി കഴിയുമ്പോൾ മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. പിന്നെ ബാക്കി മീൻ ഞാനെടുത്ത് വെച്ചേക്കുകയാണ്. ഇനി നാളെ മറ്റേ പൊരിക്കുന്നുള്ളൂ. അപ്പം ഇതിൻ്റെ ആവശ്യമില്ല. ശരി, നോക്കാം. റെഡിയായി വന്ന് അപ്പോൾ നല്ല ക്രിസ്പിയായിട്ടിരിക്കുന്നുണ്ടോ. ഒട്ടിപ്പിടിച്ചിട്ടില്ല, ഒന്നുമില്ല. പൊടികളൊന്നും വേറെ ഒന്നും ചേർത്തില്ല. അരിപ്പൊടിയോ മൈദയോ അല്ലെങ്കിൽ കോൺഫ്ലവറോ ഒന്നും ചേർത്തിട്ടില്ല. അതാണ് ഇരുമ്പ് ചീനിച്ചട്ടിയുടെ വിശേഷം. ഈ ചട്ടിയിലാണ് ഞാൻ എപ്പോഴും മീൻ പിടിക്കുന്ന. കുഞ്ഞ് ചീനിച്ചട്ടിയാണ്. ഇരുമ്പാണ്. പെട്ടെന്ന് ചൂടാകും. അതുപോലെ പെട്ടെന്ന് മീൻ മൂക്കും. ഒട്ടിപ്പിടിക്കത്തില്ല. അതാണ് എൻ്റെ വിശേഷം. അപ്പോൾ ഇത് ഏകദേശം മൂത്ത് വന്നു. ഞാനെടുത്ത് വെച്ചോളാം. അപ്പം നിങ്ങളെല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണം. പച്ചക്കുരുമുളക് അരച്ച് ഉണ്ടാക്കുന്ന മീൻ വറുത്തതാണ്. നല്ല ടേസ്റ്റാണ് ഇതിന്.